ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയുടെ മാത്സ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് നിർത്തിയത്. ബാക്കി 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ 10 ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ആദ്യം തിരുത്തിയിട്ട് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, നോക്കാം. ഇവിടെ 25 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ എത്രയെന്നുള്ള ചോദ്യത്തില് ഞാൻ 25 സ്ക്വയർ എന്നുള്ളത് 125 എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ക്ഷമിക്കണം, 25 സ്ക്വയർ 625 ആണ്. 625 ഇൻറ്റു 4 സ്ക്വയർ 16. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് 10,000 എന്ന ഉത്തരം ലഭിക്കുന്നത്. 25 സ്ക്വയർ 625 ആണ്, 4 സ്ക്വയർ 16. 625 ഇൻറ്റു 16 10,000 എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. അതല്ലെങ്കിൽ 25 ഇൻറ്റു 4 ദ ഹോൾ സ്ക്വയർ എന്ന് ചെയ്താലും മതി. അപ്പോൾ 100 സ്ക്വയർ എന്ന് കിട്ടും. 100 സ്ക്വയർ 10,000. ഓക്കെ, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പോൾ 25 സ്ക്വയർ എന്നുള്ളത് 125 ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അതൊന്ന് തിരുത്തിയേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 100 ഇൻറ്റു 83 ഇൻറ്റു 39 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര? 100 ഇൻറ്റു 83 ഇൻറ്റു 39 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടമാണ് ചോദിച്ചേക്കുന്നത്. ഇതിനെ നമുക്ക് മുഴുവനായിട്ടിരുന്ന് ഗുണിക്കാൻ ഇരുന്നാല് നമ്മുടെ ടൈം പോവും. അപ്പൊ നമുക്കിവിടെ ശിഷ്ടം ആദ്യം എടുക്കാം. 100 ഇൻറ്റു 83 ഇൻറ്റു 39 9 കൊണ്ട് ഹരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഓരോന്നിനെയും 9 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം ആദ്യം എടുക്കാം. 100നെ 9 കൊണ്ട് ഹരിച്ചാല് 19 99 കഴിഞ്ഞിട്ട് ശിഷ്ടം 1 കിട്ടും. ഇൻറ്റു 83നെ 9 കൊണ്ട് ഹരിച്ചാല് 82 കഴിഞ്ഞിട്ട് 9 81 കഴിഞ്ഞിട്ട് ശിഷ്ടം 2 കിട്ടും. 39നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 9 4 36 കഴിഞ്ഞിട്ട് ശിഷ്ടം 3 കിട്ടും. ഇതിനെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്രയെന്ന് വരും? 6 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. 3 2 6 6 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. അപ്പൊ ഇവിടെ ഈ സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എന്ന് പറയുന്നത് ഉത്തരം 6 ആയിരിക്കും. ഇവിടെ ഈ 6ന് പകരം 9നേക്കാൾ വലിയൊരു സംഖ്യയാണ് വരുന്നതെങ്കിൽ അതിനെ വീണ്ടും 9 കൊണ്ട് ഹരിക്കണം. എന്നിട്ട് കിട്ടുന്ന ശിഷ്ടമായിരിക്കും ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ 6. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6:210 പ്രൊപ്പോർഷണൽ ടു 10:ഡാഷ് അതാണ് ക്വസ്റ്റ്യൻ. 6:210 ആണെങ്കിൽ 10 എത്ര വരും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? ഇവിടെ 6ന്റെ ക്യൂബ് 6 ക്യൂബ് മൈനസ് 6 ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. ആദ്യത്തത് 6ന്റെ ക്യൂബ് 216 ആണ്. 216 മൈനസ് 6 ആണ് 210 വരുന്നത്. അപ്പൊ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? 10 ക്യൂബ് മൈനസ് 10 ചെയ്യാം. 10 ക്യൂബ് മൈനസ് 10. 10 ക്യൂബ് എത്രയാണ്? 10 ക്യൂബ് 1000 ആണ്. 1000 മൈനസ് 10 990 ആണ് ആൻസർ. ഓക്കെ, ഇവിടെ 990 ആണ് ആൻസർ. 6 ക്യൂബ് മൈനസ് 6 ആണ് 210. അപ്പോ 10 ക്യൂബ് മൈനസ് 10 990 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 57 പ്ലസ് 61 പ്ലസ് 65 പ്ലസ് 69 പ്ലസ് 73 പ്ലസ് 77 ഡിവൈഡഡ് ബൈ 30 എത്ര? ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ 57 61 65 69 73 77 ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 402 എന്ന് കിട്ടും. 402 അത് ആഡ് ചെയ്യുമ്പോൾ 402 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 30 ആണ് കാണേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2ഉം 3ന്റെ ഗുണിതങ്ങളാണ്. വെട്ടിച്ചെയ്യാം. 3 30. ഇവിടെ ഒരു 3 കിട്ടും. 134 എന്ന് കിട്ടും. 134 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. 134 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 13.4 ആണ്. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 134 ബൈ 10 ഉള്ളത് 13.4 എന്നാണ് ഉത്തരം കിട്ടുക.
13.4. അപ്പൊ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 402 എന്ന് കിട്ടും. 402 ഡിവൈഡഡ് ബൈ 30. 30നെ 402നെയും കൂടെ നമുക്ക് 3 വെച്ച് വെട്ടി ചെയ്യാം. 3 30. അതുപോലെ 134 4ആണ്. 134 3ആണ് 402. അപ്പൊ 134 ബൈ 10 എന്ന് കിട്ടും. 134 ബൈ 10 13.4 ആണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം 13.4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടെത്താനാണ് ചോദ്യം. 179, 157, 113, 164. ഇതില് ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ 164 ഉത്തരമായിട്ട് വരുന്നത്. കാരണം ബാക്കി 3 പ്രൈം നമ്പേഴ്സ് ആണ്. ബാക്കി 3 അഭാജ്യ സംഖ്യകളാണ്. 179, 157, 113 അഭാജ്യ സംഖ്യകളാണ്. 164 അഭാജ്യ സംഖ്യ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒറ്റയാൻ 164 അപ്പോ ഒരുവിധം അഭാജ്യ സംഖ്യകളെല്ലാം 6ന്റെ ഗുണിതത്തിന്റെ മുന്നിലോ പുറകിലോ ഉള്ള സംഖ്യ ആയിരിക്കും. എല്ലാ കേസിലും അത് കറക്റ്റ് ആണോന്നില്ല. പക്ഷെ ഒരുവിധം പ്രൈം നമ്പേഴ്സ് എല്ലാം 6ന്റെ ഗുണിതങ്ങളുടെ മുന്നിലോ പിന്നിലോ ഉള്ള സംഖ്യകളായിരിക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ഒറ്റയാൻ 164. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. -2, 1, 6, 13. അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം. -2, 1, 6, 13. അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ് നമുക്കൊന്ന് നോക്കാം. -2, 1 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. പിന്നെ 1ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. അടുത്തയോ 6ഉം 13ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. അപ്പോ അടുത്ത ഡിഫറൻസ് എത്രയായിരിക്കും? 9 ആയിരിക്കും. അപ്പോ 13 + 9 എത്ര വരും? 13 + 9 ചെയ്യുമ്പോൾ നമുക്ക് 22 കിട്ടും. ആൻസർ ഇവിടെ 22 ആണ്. അപ്പോ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. -2ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. 1ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. 6ഉം 13ഉം തമ്മിലുള്ള ഡിഫറൻസ് 7 ആണ്. അപ്പൊ 3, 5, 7, 9 അങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്. അപ്പൊ 13ന്റെ കൂടെ പ്ലസ് ചെയ്യേണ്ടത് 9 ആണ്. 13 + 9 22 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8/125 തുല്യമായത് ഏത്? 8/125 തുല്യമായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 8/125 ഇത് നമുക്ക് എളുപ്പം വെട്ടി ചെയ്യാനായിട്ട് 125നെ 8 കൊണ്ട് ഗുണിക്കാം. അതുപോലെ 8നെയും ആ 8 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് 64 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 1000. 125 8 1000 ആണ്. ഓക്കെ, 125 × 8 1000 ആണ്. അപ്പോ 64 ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് എത്ര കിട്ടും? 0.064 എന്ന് കിട്ടും. 0.064 എന്ന് കിട്ടും. ഇവിടെ ഡിവൈഡ് ചെയ്യാൻ എളുപ്പത്തിനാണ് 2നെ 8 കൊണ്ട് ഗുണിച്ചേക്കുന്നത്. അപ്പോ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 8 64, 125 8 1000 എന്ന് വരും. 64/1000 0.064 എന്നാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി 0.064. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 × 25 - 32 ഡിവൈഡഡ് ബൈ 4 + 10 - 18 എത്രയെന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്യാനുള്ളതാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഷൻ ചെയ്യാം. അപ്പോ 32 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? 8 എന്ന് വരും. അപ്പൊ നമുക്ക് 3 × 25 - 8 + 10 - 18 എന്ന് കിട്ടും. ഇനി നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലെ. അപ്പോ 3 × 25 75 എന്ന് വരും. 75 - 8 + 10 - 18 എന്ന് വരും. ഇവിടെ നമുക്ക് പ്ലസ് ഉള്ളതും മൈനസ് ഉള്ളതും ഒന്നിച്ചാക്കാം. 75ഉം 10ഉം 85 ആണ്. 85 - 18 8 26 ആണ്. 85 - 26 എന്ന് വരും. 85 - 26 ചെയ്താൽ 59. 59 ആണ് ആൻസർ. ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്യേണ്ടതാണ്. ആൻസർ 59.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 225 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ ഒരു പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയമെടുക്കും? പാതവക്കിലെ പോസ്റ്റിനെ തരണം ചെയ്യാൻ വേണ്ട സമയമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് ടൈമാണ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഡിസ്റ്റൻസ് 225 മീറ്റർ ആണ്. 225 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. സ്പീഡ് എത്രയാണ്? സ്പീഡ് എന്ന് പറയുന്നത് 54 കിലോമീറ്റർ പെർ അവർ ആണ്. 54 കിലോമീറ്റർ പെർ അവർ ആണ്. ഇവിടെ 225 മീറ്റർ ആണ് ഡിസ്റ്റൻസ്, സ്പീഡ് 54 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് എന്താക്കണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. 54 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 54നെ 5/18 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 18നെ 53 3 വെച്ച് കേട്ടാം 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? ഡിസ്റ്റൻസ് കിട്ടി, സ്പീഡ് കിട്ടി. ഇനി എന്താ കാണേണ്ടത്? ടൈമാണ് നമുക്ക് കാണേണ്ടത്. അടുത്ത നമുക്ക് കാണേണ്ടത് ടൈമാണ്. ടൈം കാണാനായിട്ട് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. 225 ഡിവൈഡഡ് ബൈ 15 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 15ന്റെ സ്ക്വയർ ആണ് 225 അല്ലെ? അപ്പൊ 15 × 15 ആണ് കിട്ടുന്നത്. ആൻസർ 15 സെക്കൻഡ് എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 15 സെക്കൻഡ് ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി 43 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടി ഇതിലേക്ക് ചേർത്താൽ ശരാശരി ഭാരം എത്ര? ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി എത്രയാണ്? 43 കിലോഗ്രാം ആണ്. അതിന്റെ കൂടെ 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടെ ചേർന്നു. അപ്പോഴത്തെ ശരാശരി ഭാരം എത്രയെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് 11 കുട്ടികളുടെ ശരാശരി ഭാരം 43 ആണ്. അപ്പൊ 11 × 43 ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കുട്ടികളുടെ ആകെ ഭാരം കിട്ടും. 473 കിട്ടും. 11 × 43 473. ഇനി എന്താ? ഒരാൾ കൂടെ വന്നു അല്ലെ? 40 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ കൂടെ വന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ ഭാരം കിട്ടും. ആകെ 12 പേരുടെ ഭാരം നമുക്ക് കിട്ടും. 473 + 40 513. അപ്പൊ ഇവിടെ 11 ഒന്നും 12 പേരുടെ ആകെ ഭാരമാണ് എത്ര? 513 എന്ന് പറയുന്നത്. 12 പേരുടെ ഭാരമാണ് 513. അപ്പൊ ആകെ ഭാരം ഡിവൈഡഡ് ബൈ ആകെ എണ്ണം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പുതിയ ശരാശരി കിട്ടും. അപ്പൊ ആകെ ഭാരം 513 ആണ്, ആകെ എണ്ണം 12 ആണ്. 513 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോഴേക്ക് നമുക്ക് 42.75 എന്നാണ് ഉത്തരം കിട്ടുന്നത്. 42.75. അപ്പൊ പുതിയ ശരാശരി 42.75. ഓക്കെ, 11 പേരുടെ ശരാശരി എന്ന് പറയുന്നത് 43 ആണ്. 11 × 43 ചെയ്യുമ്പോൾ 11 പേരുടെ ആകെ ഭാരം കിട്ടും. പുതുതായിട്ട് വന്ന ഒരാളുടെ ഭാരം 40. അതുകൂടെ ചേർക്കുമ്പോൾ 12 പേരുടെ ആകെ ഭാരം കിട്ടും. അത് 513 ആണ്. ആ 513നെ ആകെ എണ്ണമായ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 പേരുടെ ശരാശരി ഭാരം കിട്ടും. 42.75. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1/2 + 3/16 + 5/64 എത്ര? 1/2 + 3/16 + 5/64 എത്ര എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഛേദങ്ങളുടെ എൽസിയം എടുക്കാം. ഛേദങ്ങളുടെ എൽസിയം കാണാം. 2, 16, 64. ഇതിന്റെ എൽസിയം എന്ന് പറയുന്നത് 64 ആണ്. അപ്പൊ ഛേദങ്ങളുടെ എൽസിയം ഇവിടെ എത്രയാണ്? 64 വരും. ഈ 64നെ എന്ത് ചെയ്യണം? ഈ ഓരോന്നിനെയും കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോ 1/2 × 64 + 3/16
ഇൻറ്റു 64 പ്ലസ് 5/64 ഇൻറ്റു 64 ഹോൾ ഡിവൈഡഡ് ബൈ 64 ഹോൾ ഡിവൈഡഡ് ബൈ 64 എന്ന് വരും. ഇവിടെ നമുക്ക് 64 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32 എന്ന് വരും. 16 64 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. 64 ഒരു പ്രാവശ്യം. അപ്പൊ എത്രയെന്ന് വരും നമുക്ക്? 32 × 1 32 പ്ലസ് 3 4 12 12 പ്ലസ് 1 5 ഡിവൈഡഡ് ബൈ 64 എന്ന് വരും. ഇതിനെ എന്ത് ചെയ്യാം? ഇത് നമുക്ക് പ്ലസ് ചെയ്യാം. 32 പ്ലസ് 12 പ്ലസ് 5 നമുക്ക് 49 എന്ന് വരും. 49 ഡിവൈഡഡ് ബൈ 64 എന്ന് കിട്ടും. അപ്പൊ ഇത് ഓപ്ഷനിലുണ്ട്. 49/64 നമുക്ക് ഉത്തരമായിട്ട് എടുക്കാം. ഓപ്ഷൻ ബി 49/64 ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, അപ്പോ യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയുടെ 20 മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.